എടയൂർ ഗ്രാമപഞ്ചായത്തിലെ പൂവത്തുന്തറ 15-ാം നമ്പർ അംഗൻവാടിക്കു വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടം കോട്ടക്കൽ നിയോജക മണ്ഡലം എംഎൽഎ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ നാടിന് സമർപ്പിച്ചു. എടയൂർ ഗ്രാമപഞ്ചായത്തിലെ 34 അംഗൻവാടികളിൽ സ്വന്തമായി കെട്ടിടമില്ലാത്ത ഏക അംഗൻവാടിയായിരുന്നു പൂവത്തുന്തറ അംഗൻവാടി. 21 വർഷമായി വിവിധ സ്ഥലങ്ങളിലായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. പഞ്ചായത്ത് ഭരണസമിതി മുൻകൈയെടുത്ത് എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ വകയിരുത്തിയാണ് പുതിയ കെട്ടിട സമുച്ചയം നിർമ്മിച്ചത്. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വള്ളൂരാൻ സൈനുദ്ദീൻ മുൻകൈയെടുത്ത് പഞ്ചായത്തിന്റെ പൊതു ആവശ്യത്തിനു വേണ്ടി തനത് ഫണ്ട് ഉപയോഗിച്ച് ജില്ലാ കലക്ടറുടെ അനുമതിക്ക് വിധേയമായി അന്തരിച്ച കോരൻ മാസ്റ്ററിൽ നിന്നും വാങ്ങിയ 5 സെന്റ് സ്ഥലത്താണ് അംഗനവാടി കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. പൂവത്തുന്തറ എസ്.പി. നഗറിലെയും പരിസര പ്രദേശത്തെയും ധാരാളം കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന സ്ഥലത്താണ് അംഗൻവാടി സ്ഥിതി ചെയ്യുന്നത്. അടിസ്ഥാന സൗകര്യ വികസനങ്ങളായ ചുറ്റുമതിൽ, ഗേറ്റ്, മുറ്റം കട്ടപതിക്കൽ, കുടിവെള്ളത്തിനായുള്ള കിണർ, വൈദ്യുതി കണക്ഷൻ എന്നിവയ്ക്ക് ആവശ്യമായ ഫണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി വേലായുധൻ മുൻകൈയെടുത്ത് ഫണ്ട് അനുവദിച്ച് പ്രവൃത്തി നടന്നുവരുന്നുണ്ട്. മാർച്ച് മാസത്തോടുകൂടി മുഴുവൻ പ്രവൃത്തികളും പൂർത്തീകരിക്കപ്പെടും. അംഗനവാടിക്ക് 500 മീറ്റർ ദൂരെ നിന്നും വാദ്യമേളത്തോടുകൂടി വൻ ജനാവലിയുടെ അകമ്പടിയോടുകൂടിയാണ് ഉദ്ഘാടകനായ എംഎൽഎയെ അംഗനവാടിയിലേക്ക് ആനയിച്ചത്. ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചിറ്റകത്ത് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി വേലായുധൻ, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, ICDS ഓഫീസർ, അംഗൻവാടി സൂപ്പർവൈസർ എന്നിവർ സംസാരിച്ചു. അംഗൻവാടി ജീവനക്കാർ, ALM-SC കമ്മിറ്റി അംഗങ്ങൾ, രക്ഷിതാക്കൾ, കുട്ടികൾ, KMUP സ്കൂൾ അധ്യാപകർ, PTA പ്രസിഡന്റ്, പ്രദേശത്തെ വിവിധ ക്ലബ്ബുകൾ, നാട്ടുകാർ തുടങ്ങിയവർ ഉദ്ഘാടന സദസ്സിൽ സന്നിഹിതരായിരുന്നു. നിങ്ങളുടെ ഒരു അവകാശം, നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യം നൽകുക, അത് നടപ്പിലാക്കുക എന്നത് ഒരു ജനപ്രതിനിധിയുടെ ബാധ്യതയാണ്. ആ ബാധ്യതയാണ് നമ്മൾ നിർവഹിക്കുന്നത്. നിങ്ങളുടെ പൂർണ്ണമായ സഹായങ്ങളെ കൊണ്ടും സഹകരണങ്ങളെ കൊണ്ടും പിന്തുണകളെ കൊണ്ടുമാണ് അതിന് ഈ പണം നൽകാൻ കഴിഞ്ഞത്. ഇന്ന് തന്നെ എനിക്ക് തോന്നുന്നു എടയൂർ പഞ്ചായത്തിന് ഏകദേശം 2 കോടി രൂപയോളം 2 മണി ഇന്നിപ്പം ഇത് കഴിഞ്ഞ 2 കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ്. വിവിധങ്ങളായ റോഡുകളും കൂടിയുള്ള പദ്ധതികളും ഒക്കെ 1,79 ലക്ഷം രൂപയുടെ പദ്ധതികളാണ് ഇന്നിവിടെ ഈ പഞ്ചായത്തിൽ മാത്രമായി നമ്മൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടാനും തുറന്നു കൊടുക്കാനും പോകുന്നു.